കുമ്പിടി കൂട്ടക്കടവിൽ ഒരു വീട്ടിൽ 3 സഹോദരന്മാരാണ് കിഡ്നി നഷ്ടപ്പെട്ട് കഴിയുന്നത്. അവരുടെ വയസ്സായ ഉപ്പയാണ് നമ്മളെ മുന്നിലുള്ളത്. ഇവരുടെ ഏട്ടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ഇവർ റാസൽ കൈമിലായിരുന്നു. അവിടെ നിന്നാണ് ഈ രോഗം പിടിക്കപ്പെട്ടത്. ഇപ്പോൾ വല്ലാത്തൊരു ദയനീയാവസ്ഥയിലാണ് ആ കുടുംബം. വലിയൊരു ഭീമമായ സംഖ്യ എവിടുന്ന് ഈ പിഞ്ചു മക്കളെയും കുടുംബങ്ങളെയും എങ്ങനെ പോറ്റും? വല്ലാത്തൊരു ദയനീയാവസ്ഥയാണ് ഈ കുടുംബത്തിലുള്ളത്. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കുടുംബം ജീവിതത്തിലേക്ക് എത്തും. ഒരാളുടെ മുന്നിലും ഇതുവരെ കൈ നീട്ടാത്ത വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഈ കുടുംബം നിവൃത്തികേട് കൊണ്ടാണ് നമ്മളെ മുന്നിൽ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നത്. അവരുടെ ഉപ്പയാണ് നമ്മളെ മുന്നിലുള്ളത്. എന്താ ഉപ്പ പറയാനുള്ളത്? അസ്സലാമലൈക്കും. ഇപ്പോൾ മക്കളെ അസുഖത്താരാകെ ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടില്ല തന്നെയാണ്. സുഖംപുരാൻ ഹൈറാക്കി തരണം റബ്ബേ. പഠിച്ചോനെ അള്ള വലിയവനല്ലേ ഏട്ടാ. പഠിച്ചോൻ വഴി കാട്ടിത്തരും. പല മക്കൾക്ക് അസുഖമൊക്കെ മാറി കിട്ടട്ടെ. കുടുംബം സന്തോഷത്തിലാവും. 3 മക്കള് 14 മക്കളല്ലേ? അതിൽ 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഇല്ലേ? പക്ഷെ അള്ള വലിയവനല്ലേ, വഴി ഉണ്ടാവട്ടാ. എന്താണ്? അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ അനിയൻ ജാഫർ, എൻ്റെ കൂടെ ഉള്ള ഇരട്ട സഹോദരൻ ഹുസൈൻ ഇപ്പോൾ കോഴിക്കോട് മിംസിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാനും അവനും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാന്യമായി ജീവിച്ച് പോന്നിരുന്നതാണ്. എന്തോ അള്ളാഹിൻ്റെ ഒരു പരീക്ഷണത്തിൽ ഞങ്ങൾ പെട്ടു. ഇപ്പോൾ ഞങ്ങൾ കിഡ്നി മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും കഴിയുന്ന സഹായിക്കുക. വേറെ വലിയല്ലേ ഈ വയസ്സായ ആൾക്കാർ നിങ്ങൾ കുഞ്ഞു മക്കളെയൊക്കെ നോക്കാനുള്ള വഴി റബ്ബ് ഉണ്ടാക്കി തരും ട്ടാ. ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ലോ, എല്ലാവരും സഹായിച്ചെത്തുട്ടാ. അസ്സലാമലൈക്കും. ഞാൻ ഉസ്മാൻ ഭായ് വളാഞ്ചേരി. താജ് മാർബിൾസ് ഗ്രൂപ്പ് വെട്ടിച്ചിറ കരിപ്പോൾ മലപ്പുറം ജില്ല ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ദയനീയമായ കുടുംബത്തെയാണ് കാണാൻ കഴിഞ്ഞത്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദയനീയമായ കുടുംബം. ഒരു കുടുംബത്തിൽ 3 പേർക്കാണ് കിഡ്നി ഫെയിലറായിട്ടുള്ളത്. യാതൊരു നിവൃത്തിയില്ല. സുമനസ്സുകളെ സഹായം തേടല്ലാതെ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് സുമനസ്സുകളെ നിങ്ങൾ കാണുന്നവർ കഴിവുള്ളവരെ സഹായിച്ചിട്ടും കഴിവില്ലാത്ത മറ്റൊന്നിലേക്ക് ഷെയർ ചെയ്തിട്ട് സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷ താഴെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരിഫ് നാലത്ത് ആനക്കര ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ മെമ്പറാണ്. ഇപ്പോൾ ഇവിടെ ഉസ്മാൻക പറഞ്ഞ പോലെ തന്നെ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. കുഞ്ഞമ്മക്കാടെ 3 മക്കൾക്കാണ് ഈ ഗതി വന്നിട്ടുള്ളത്. ഒന്ന് എൻ്റെ സഹപാഠി കൂടിയാണ് ജാഫർ, മറ്റേ ജ്യേഷ്ഠ, അതെ 3 ആൺകുട്ടികളാണുള്ളത്. 2 ആൾ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തുക്കളെ പോലെയുള്ളതാണ്. അവർ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പങ്കുകൊള്ളുന്ന ആളുകളും കൂടിയാണ്. അവർക്ക് ഇങ്ങനെ മാനസികമായിട്ടുള്ളൊരു പ്രയാസം വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വളരെയധികം വിഷമമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം. വേണ്ട രീതിയിൽ ഇവരെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഇത് ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കേസാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനക്കര ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പറാണ്. ഈ 3 കുട്ടികളും എൻ്റെ അയൽവാസികളാണ്. ഞങ്ങൾ ഒരേ കുടുംബം പോലെ ജീവിക്കുന്നവരാണ്. കുഞ്ഞോമതുക്കയുടെ 3 കുട്ടികൾക്കും ഈ അസുഖം വന്നതിൽ ഞങ്ങളെല്ലാവരും ഏറെ ദുഃഖിക്കുന്നവരാണ്. വളരെ ചെറിയ കുട്ടികളും വയസ്സായ അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും നല്ല രീതിയിലുള്ള സഹായം അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരന്മാർ, വളരെ ദയനീയമായ ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ മഹല്ലിലെ ഒരു രക്ഷിതാവിന് നേരിട്ട ദുരന്തം. 3 കുട്ടികൾക്ക് ഒരേ സമയം അപൂർവങ്ങളിൽ അത്യപൂർവമായ സംഭവമാണിത്. ഞങ്ങളുടെ നാടിനെ ഒന്നിച്ച് വേദനിപ്പിച്ച, ഞങ്ങളെല്ലാവരും ദുഃഖിച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ കാര്യം വളരെ വിജയപ്രദമായി നിർവഹിക്കുന്നതിന് നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം ഞങ്ങൾ വളരെ അത്യപൂർവമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ കഴിയുന്ന, ഞാൻ പള്ളിയുടെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും ഈ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ പ്രിയപ്പെട്ടവരെ, ഞാൻ കുറ്റിപ്പുറത്തുകാരൻ ലത്തീഫാണ്. നമ്മുടെ പുഴയുടെ തൊട്ടപ്പുറത്തുള്ള ആനക്കര പഞ്ചായത്തിലാണ്. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധവും അറിവുമൊക്കെ ഉള്ള ഒരാളാണ് കുഞ്ഞിപ്പാക്ക. പിടിക്കപ്പറമ്പിൽ കുഞ്ഞിപ്പാക്കാൻ്റെ 3 മക്കൾക്കാണ് ഇങ്ങനൊരു സ്ഥിതി വന്നുള്ളത്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വന്നുള്ള സ്ഥിതിയുടെ ഗൗരവത്തിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ആൾക്കുള്ള സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളുടെ സ്നേഹനിധികളായ സുമനസ്സുകളുടെ മനസ്സറിഞ്ഞുള്ള സഹായം ഇതിൽ ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഈ കുടുംബത്തിലെ സമാധാനം ക്ഷേമം നിലനിൽക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് ഒരേ സമയത്ത് ഇത്രയും അസുഖം വന്നിട്ട്. ഈ സുമനസ്സുകളുടെ എല്ലാവരുടെയും മനസ്സ് ഉദ്ദേശിച്ച് ഇവരെ സഹായിക്കണം എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ പറയാനുള്ളത്. ഈ കുട്ടികളുടെ ഉപ്പാൻ്റെ പേരിലാണ് അക്കൗണ്ട് നമ്പർ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടിലെ എല്ലാ നല്ലവരായ മനുഷ്യരും
കൂടെ ഉണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട കുടുംബം ജീവിതത്തിലേക്ക് എത്തും. ആ പിഞ്ചു മക്കൾ, വയസ്സായ ഉപ്പ ഉമ്മ, ഇവർക്കെല്ലാം ആശ്രയമാണ് ഈ 3 മക്കൾ. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ വാർഡ് മെമ്പറെ 2 വാർഡ് മെമ്പർ നമ്പർ ഇവിടുത്തെ മകൻ്റെ നമ്പറാണ് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്